സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വൻ ഇടിവ് രേഖപ്പെടുത്തി. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നതിന് പിന്നാലെയാണ് സംസ്ഥാന വിപണിയിലും സ്വർണത്തിന് തിരിച്ചടിയേറ്റത്. 1 ഗ്രാം സ്വർണത്തിന് 165 രൂപ കുറഞ്ഞ് വില 13,670 രൂപയിലെത്തി. ഒരു പവന് 1,320 രൂപയുടെ വൻ ഇടിവാണ് ഒറ്റയടിക്ക് ഉണ്ടായത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 1,03,360 രൂപയായി കുറഞ്ഞു. സ്വർണ്ണാഭരണ പ്രിയർക്കും ഉപഭോക്താക്കൾക്കും വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ വാർത്തയെങ്കിലും വരും നാളുകളിൽ വില വീണ്ടും കുതിച്ചുയരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. നിലവിൽ രാജ്യാന്തര വിപണിയിൽ ഔൺസിന് $4,671 നിരക്കിലാണ് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. ക്രൂഡ് ഓയിൽ വില ഉയർന്നതോടെ US ഡോളർ ശക്തി പ്രാപിച്ചതാണ് സ്വർണ്ണവില താഴാൻ പ്രധാന കാരണമായത്. ഡോളർ കരുത്താർജിച്ചതോടെ നിക്ഷേപകർ സ്വർണം വിറ്റ് ലാഭമെടുക്കാൻ തുടങ്ങിയതും തിരിച്ചടിയായി. ഉയർന്ന എണ്ണവില, പലിശ നിരക്കുകളിലെ മാറ്റം, മധ്യേഷ്യയിലെ സംഘർഷങ്ങൾ എന്നിവയും വരുമാനം നൽകാത്ത ആസ്തിയായ സ്വർണത്തിന് മേലുള്ള ഹ്രസ്വകാല സമ്മർദ്ദങ്ങൾക്ക് ആക്കം കൂട്ടി. എന്നാൽ നിലവിലെ ഈ ഇടിവ് താൽക്കാലികം മാത്രമാണെന്ന് പ്രമുഖ ആഗോള സാമ്പത്തിക സ്ഥാപനമായ UBS വ്യക്തമാക്കുന്നു. വരുന്ന ജൂൺ മാസത്തോടെ സ്വർണ്ണവില ഔൺസിന് $5,200 ഉയരുമെന്നാണ് UBSന്റെ പുതുക്കിയ പ്രവചനം. വികസ്വര രാജ്യങ്ങളുടേതുൾപ്പെടെ സെൻട്രൽ ബാങ്കുകൾ വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് സ്വർണ്ണ വിപണിക്ക് ശക്തമായ അടിത്തറ നൽകുന്നുണ്ട്. അതിനാൽ തന്നെ നിലവിലെ ഈ വിലയിടിവിനെ ഒരു തകർച്ചയായി കാണാനാകില്ലെന്നും UBS വിലയിരുത്തുന്നു. 2026 അവസാനത്തോടെ സ്വർണ്ണവില ഔൺസിന് $5,900 എന്ന റെക്കോർഡ് നിരക്കിലെത്തുമെന്നാണ് UBSന്റെ ഏറ്റവും പുതിയ പ്രവചനം. ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും സാമ്പത്തിക മാന്ദ്യവും സ്വർണത്തെ വീണ്ടും ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമാക്കി മാറ്റും. ആഗോള വിപണിയിൽ സ്വർണ്ണവില $5,900 അത് കേരള വിപണിയിലും വൻ പ്രതിഫലനം സൃഷ്ടിക്കും. സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന് 1,40,000 രൂപ മുതൽ 1,60,000 രൂപ വരെ എത്തിയേക്കാമെന്നാണ് വിപണി വിദഗ്ധർ കണക്കാക്കുന്നത്. അതായത് നിലവിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 35% വർധനവ്. പണിക്കൂലിയും GSTയും കൂടി ചേരുമ്പോൾ ഉപഭോക്താക്കൾ നൽകേണ്ട വില ഇതിലും ഉയർന്നേക്കും. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.